കൊല്ലം ജില്ലയിലെ തൊഴിൽ അന്വേഷകർക്കും ഉദ്യോഗാർത്ഥികൾക്കും ഒരു സുവർണാവസരം. പാരിപ്പള്ളി വലിയ കൂനമ്പായിക്കുളം VKCET എഞ്ചിനീയറിംഗ് കോളേജിൽ വെച്ച് വമ്പിച്ച ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് നടക്കുന്നു. ഈ മാസം 13-ാം തീയതിയാണ് റിക്രൂട്ട്മെന്റ് ഡ്രൈവ് സംഘടിപ്പിക്കുന്നത്. പ്രമുഖ ഓട്ടോ കമ്പനികൾ പങ്കെടുക്കുന്ന മേളയിൽ എഞ്ചിനീയറിംഗ് ബിരുദധാരികൾക്ക് പുറമെ ഡിപ്ലോമ, ITI പഠനം പൂർത്തിയാക്കിയവർക്കും അപേക്ഷകൾ നൽകാം. എഞ്ചിനീയറിംഗിലെ എല്ലാ ബ്രാഞ്ചുകാർക്കും അവസരമുണ്ടെങ്കിലും ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്, മെക്കാനിക് വിഭാഗങ്ങളിൽ നിന്നുള്ളവർക്കാണ് കൂടുതൽ മുൻഗണന ലഭിക്കുകയെന്ന് കോളേജ് അധികൃതർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. VKCET ക്യാമ്പസിൽ ഈ മാസം 13-ാം തീയതി ഒരു ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് നടത്തുന്നുണ്ട്. ഇത് ഞങ്ങൾ ഇവിടെ വന്നത് 4ാമത്തെ തവണയാണ്. ഞങ്ങൾ ആദ്യ തവണ വന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞിരുന്നു VKCETയിലെ ക്യാമ്പസ് ഈ വർഷം എല്ലാ കോളേജിലെ വിദ്യാർത്ഥികൾക്കും പ്ലേസ്മെന്റ് നടത്താനുള്ള ഒരു സൗകര്യം ഞങ്ങളുടെ സെക്രട്ടറി അനീഷ് സാർ പറഞ്ഞിരുന്നു. അതിന്റെ ഭാഗമായി 5ാമത്തെ പ്ലേസ്മെന്റ് ഡ്രൈവാണ് നമ്മൾ നടത്തുന്നത്. 8 കമ്പനികൾ ഈ പ്ലേസ്മെന്റിൽ പങ്കെടുക്കുന്നുണ്ട്. ഇനി മാർച്ച് ഒരു പ്ലേസ്മെന്റ് ഡ്രൈവ് കൂടെയുണ്ട്. അതിൽ ഏകദേശം 10 കമ്പനികൾ പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെ ടോട്ടൽ 60 കമ്പനികളാണ് നമ്മുടെ കോളേജ് ഈ വർഷം VKCET ക്യാമ്പസിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ആ 60 കമ്പനികളിലും കേരളത്തിലെ എല്ലാ എഞ്ചിനീയറിംഗ് കോളേജിലും ചിലപ്പോൾ ആർട്സ് കോളേജുകളിലെ കുട്ടികളും പങ്കെടുത്തിട്ടുണ്ട്. അവർക്കത് ഫ്രീ ആയിട്ട് പങ്കെടുക്കാം, ജോലി കിട്ടാം. ഏകദേശം 200ഓളം ഒഴിവുകളാണ് നമുക്ക് ഈ 13-ാം തീയതി കമ്പനികൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. വലിയ കൂനമ്പായിക്കുളം ക്ഷേത്രത്തിന്റെ കീഴിലുള്ള വലിയ കൂനമ്പായിക്കുളത്തമ്മ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ടെക്നോളജി ലാഭേച്ഛയില്ലാതെ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണെന്ന് എല്ലാവർക്കും അറിയാം. 90% മുകളിലുള്ള കുട്ടികൾക്ക് ഞങ്ങൾ ഫീസ് വാങ്ങാറില്ല. മാത്രമല്ല, അത് 2009 തുടങ്ങുമ്പോൾ ട്രസ്റ്റിന്, വലിയ കൂനമ്പായിക്കുളത്തമ്മ ക്ഷേത്ര ട്രസ്റ്റിന് ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു. പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തിലെ വിദ്യാർത്ഥികൾക്ക്, അതായത് ഫീസ് നൽകാൻ കഴിവില്ലാത്ത നല്ല മാർക്കുള്ള വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി പഠനം നൽകുക എന്നൊരു ഉദ്ദേശത്തോടുകൂടി തുടങ്ങിയ സ്ഥാപനമാണ്. അതിന്റെ ഭാഗമായി ഞങ്ങളുടെ കോളേജിൽ മാത്രം 100% പ്ലേസ്മെന്റിൽ ഒതുക്കണ്ട, മറ്റുള്ള കുട്ടികളെ കൂടി അതിലേക്ക് ക്ഷണിച്ച് അവർക്ക് കൂടി പ്ലേസ്മെന്റും ജോലി കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഈ വർഷം 5ാമത്തെ പ്ലേസ്മെന്റ് നമ്മൾ നടത്തുന്നത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ കോളേജിന്റെ ഔദ്യോഗിക വെബ്സൈറ്റായ www.vkcet.com എന്ന വെബ്സൈറ്റ് വഴി അപേക്ഷകൾ സമർപ്പിക്കണം. വിശദമായ വിവരങ്ങളും വെബ്സൈറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതായി വാർത്താ സമ്മേളനത്തിൽ അധികൃതർ അറിയിച്ചു. സാറ് സൂചിപ്പിച്ചതുപോലെ നമ്മൾ 13-ാം തീയതി നടക്കുന്ന ഒരു പ്ലേസ്മെന്റ് ഡ്രൈവിലേക്ക് എല്ലാവരും ശ്രദ്ധ ക്ഷണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ എത്തിയിരിക്കുന്നത്. സോ നിങ്ങളുടെ എവിടെയും സഹകരണം ഉണ്ടാകണം. ഇതിന് രജിസ്ട്രേഷൻ ഫീസൊന്നുമില്ല. കുട്ടികൾക്ക് ഇപ്പോൾ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം നടത്തിയ പ്ലേസ്മെന്റ് ഡ്രൈവിലുള്ള അനുഭവത്തിൽ പാലക്കാട്, ഇടുക്കി, കോട്ടയം, എറണാകുളം ജില്ലകളിലെ കുട്ടികൾ കോളേജ് ബസ്സിലാണ് നമുക്ക് എത്തിക്കൊണ്ടിരുന്നത്. സോ അതുകൊണ്ട് എല്ലാവരിലേക്കും എത്തണം എന്ന ഉദ്ദേശത്തോടുകൂടി ഈ ഒരു അറിയിപ്പ് ദയവ് ചെയ്ത് നിങ്ങൾ എല്ലാവരിലേക്കും ഒന്ന് എത്തിക്കാനായിട്ട് നിങ്ങളെ സഹായിക്കണം. അപ്പം ഈ വെള്ളിയാഴ്ച നടക്കുന്ന പ്ലേസ്മെന്റ് ഡ്രൈവിൽ ഏകദേശം 8 കമ്പനികളാണ് വരുന്നത്. ആ കമ്പനികളുടെ പേരൊന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യാം. വിപ്രോ, ZF ചെന്നൈ, HTL ചെന്നൈ, HTL ഹൊസൂർ, ജോസ്റ്റ് ഇന്ത്യ, അപ്പോളോ ടയേഴ്സ്, HL ക്ലിമോ, ശാരദ മോട്ടേഴ്സ്, ഇത്രയും കമ്പനികളാണ് ഈ വെള്ളിയാഴ്ച പങ്കെടുക്കുന്നത്. സോ ഈ ഒരു വാർത്ത നിങ്ങൾ എല്ലാവരിലേക്കും എത്തിക്കണം. കുട്ടികൾക്ക് സൗജന്യമായിട്ട് നമ്മുടെ കോളേജിന്റെ വെബ്സൈറ്റ് VKCET.com വെബ്സൈറ്റിൽ കയറി രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ദൂരെ നിന്നും വരുന്ന കുട്ടികൾക്ക് അവർക്ക് വേണ്ട സൗകര്യം ഏർപ്പെടുത്തും. ഓൺ ഡിമാൻഡ് നമ്മുടെ ഹോസ്റ്റൽ ഫെസിലിറ്റീസും ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും. വിപ്രോ, ZF കൊമേഴ്സ്യൽ വെഹിക്കിൾ കൺട്രോൾ സിസ്റ്റം ലിമിറ്റഡ്, HTL ചെന്നൈ, HTL ഹൊസൂർ, ജോസ്റ്റ് ഇന്ത്യ, അപ്പോളോ ടയേഴ്സ്, HL ക്ലെമോവ്, ശാരദ മോട്ടോഴ്സ് എന്നീ കമ്പനികളിലേക്കാണ് ക്യാമ്പസ് ഇന്റർവ്യൂ നടക്കുന്നത്. സംസ്ഥാനത്തെ ഏത് കോളേജിൽ എഞ്ചിനീയറിംഗ്, ഡിപ്ലോമ, ITI കഴിഞ്ഞ വിദ്യാർത്ഥികൾക്കും വെബ്സൈറ്റ് വഴി ഓൺലൈനായി അപേക്ഷകൾ സമർപ്പിക്കാം. ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്, മെക്കാനിക് എന്നീ വിഭാഗങ്ങൾക്കാണ് കൂടുതൽ അവസരമുള്ളതെന്ന് VKCET എക്സിക്യൂട്ടീവ് ഡയറക്ടർ പ്രൊഫസർ S. സുമിത്, അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ ബെന്നി ജോസഫ്, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ G. ഷൈൻരാജ്, പ്ലേസ്മെന്റ് ഓഫീസർ MS. പാർവതി എന്നിവർ അറിയിച്ചു. ഈ കാലത്ത് നിർമ്മിത ബുദ്ധിയുടെ കരാളഹസ്തങ്ങളും ഈ മാധ്യമരംഗത്തായാലും മറ്റൊരു രംഗത്തായാലും എല്ലാം ജോലി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഞാനൊരു ന്യൂസ് വായിക്കേണ്ടായി. വാഷിംഗ്ടൺ പോസ്റ്റിലെ ഏകദേശം 3/4 ജീവനക്കാരെയും 180 വർഷം പാരമ്പര്യമുള്ള വാഷിംഗ്ടൺ പോസ്റ്റിലെ 3/4 ജീവനക്കാരെയും പിരിച്ചുവിടുകയുണ്ടായി. അതിൽ നമ്മുടെ
ആദരണീയനായ MP ഡോക്ടർ ശശി തരൂർ സാറിന്റെ മകന് ഉൾപ്പെട്ടു. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ് ഞങ്ങള് BKCTയിൽ തൊഴിലുകൾ ഞങ്ങൾ വിളിച്ച് ആൾക്കാർക്ക് കൊടുക്കുന്നത്. അത് അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത 30 വർഷത്തിനുള്ളിൽ ഈ പറഞ്ഞ ജോലികളൊന്നും ഉണ്ടാവില്ല. അതായത് എലോൺ മസ്ക് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നു അടുത്ത 10 വർഷത്തിനുള്ളിൽ ഡോക്ടർമാരുടെ ജോലി, അതായത് സർജന്റെയും ഡോക്ടറുടെയും ജോലി റോബോട്ട് ഏറ്റെടുക്കും. എലോൺ മസ്കിന്റെ റോബോട്ട് ഏറ്റെടുക്കും. അപ്പൊ ഞങ്ങൾ വലിയ കുറുമ്പായകുളത്തുമ്മ കോളേജിൽ ആഡ് ഓൺ കോഴ്സുകൾ കൊടുത്ത് 10 വർഷത്തേക്കുള്ള ജോലിക്കുള്ള കുട്ടികൾ നമ്മൾ സജ്ജരാക്കിയിട്ടുണ്ട് പുറത്തിറക്കുന്നത്. 10 വർഷം ഞങ്ങളുടെ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അടുത്ത 10 വർഷം ഞങ്ങൾ ആഡ് ഓൺ കോഴ്സ് കൊടുത്ത് ജോലിക്കുള്ള സ്ഥിരമാക്കിയുള്ള കുട്ടികളെ മുന്നോട്ട്. അത് കഴിഞ്ഞാൽ അവർ അപ്സ്കില്ലിംഗ് നടത്തി ജോലി കണ്ടിന്യൂ ചെയ്യേണ്ടി വരും. കാരണം അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞങ്ങൾ ഈ നടത്തുന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ എഞ്ചിനീയറിംഗ് കോളേജിലെ കുട്ടികൾക്കും പങ്കെടുക്കാം. അതിനുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അവർക്ക് വരാം, ജോലി നേടാം, പോവാം. പ്രിൻസിപ്പൽ ഡോക്ടർ P. ശ്രീരാജ്, ഡീൻ ഡോക്ടർ ശ്രീജിത്ത് L. ദാസ് എന്നിവരാണ് വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തത്. വിസ്മയ ന്യൂസ്, കൊല്ലം.